ഇത്രയുമൊക്കെ സങ്കടം അവൾക്കുണ്ടായിരുന്നോ? അമ്മ അവളെ നല്ലോണം വഴക്ക് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് പിന്നെ മിക്കവാറും അമ്മമാരും അങ്ങനെയല്ലേ എന്നേ ഞാനും കരുതിയിട്ടുള്ളൂ. പക്ഷെ അമ്മയുടെ സൈഡിൽ നിന്ന് ഒരു വേർതിരിവൊക്കെ എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല സേതി. ഞാനും എല്ലാ വെക്കേഷനും വരുന്നതല്ലേ, എനിക്കും അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ വൃന്ദ പറഞ്ഞതിന് ശേഷം ഞാനും ശ്രദ്ധിച്ചു നോക്കി. അവൾ പറയുന്നതിൽ കാര്യം ഇല്ലാതില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പച്ചിയുടെ സംസാരത്തിലും ചിന്തകളിലുമെല്ലാം ജിത്തു മാത്രമുള്ളൂ. ഒരു പക്ഷേ അതൊക്കെ അവളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അതായിരിക്കും അപ്പച്ചിയോട് ദേഷ്യം തോന്നാൻ കാരണം. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യും സേതി? അവളോട് കളിച്ചിരിക്കും നിൽക്കാറില്ലെന്ന് വെച്ച് അവളോട് എനിക്ക് ഇഷ്ടമില്ലെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടോ? അവൾക്ക് ചിത്തനോട് ദേഷ്യമൊന്നുമില്ല. അപ്പച്ചിയുടെ വാക്ക് കേട്ട് അവളോട് സംസാരിക്കാൻ ചെല്ലരുത്. പിന്നെ അവൾക്കും വൈഷ്ണവനും ജിത്തേട്ടൻ അധികം സ്നേഹത്തോടെ ഇടപഴകാത്തതിൻ്റെ പരാതിയുണ്ട്. അവനൊന്നും മിണ്ടാതെ കുറച്ചു നേരം പാടത്തേക്ക് നോട്ടം തിരിച്ചുവിട്ടു. അവൻ്റെ ഉള്ളിൽ വൃന്ദയുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ ഓരോന്നും തെളിഞ്ഞു വന്നു. കർക്കശക്കാരനായ ചേട്ടൻ മാത്രമായിരുന്നോ ഞാൻ? ശരിയാണ്, കയ്യിൽ ചുറ്റിപ്പിടിച്ചു ചേർത്ത് നടത്തിയിട്ടില്ല, കൊഞ്ചിച്ചിട്ടില്ല. അവൾ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തപ്പോഴൊക്കെ അമ്മ അവളെ ഞാൻ വഷളാക്കി വെക്കുകയെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാത്തിനും പരിധികൾ വന്നു. അത് അവളോടുള്ള ഇഷ്ടമില്ലായ്മയല്ല, കരുതലായിരുന്നില്ലേ? ജിതേട്ടാ, ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാനല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അവളോട് കുറച്ചുകൂടെ സ്നേഹത്തോടെ നിൽക്കാൻ നോക്കണം. ഉള്ള സ്നേഹം മുഴുവനും ഉള്ളിലടക്കി വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? അവൻ കൈകൊണ്ട് മുഖവും തുടച്ച് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പോവാം, സേതി എണ്ണിട്ടുകൊണ്ട് തിരക്കി. ഉച്ചവെയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇനി ആ ഇരിപ്പ് അത്ര സുഖം പോരാ. വിശ്വജിത്തും അവൾക്കൊപ്പം എണീറ്റു. അതെ, നിള സനിച്ചേട്ടൻ്റെ മമ്മീനെ ഹോസ്പിറ്റലിൽ പോയി കാണണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഉള്ളിലുള്ളത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകട്ടോ. ബൈക്കിലേക്ക് കയറുന്നവനെ നോക്കി സേതി മുന്നറിയിപ്പ് നൽകി. പോവോ? അവനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി. സംശയം എന്താ? അവൾ വരട്ടെ, നമുക്ക് സംസാരിക്കാം. നമുക്കോ? ഞാനും ഇതുമായി യാതൊരു ബന്ധവുമില്ല, അവൾ വേഗം പറഞ്ഞു. വാ കയറൂ, അവൻ ചിരിയോടെ പറഞ്ഞു. വിശ്വജിത്തിൻ്റെ ബൈക്ക് അവൻ താമസിക്കുന്ന വീടിന് മുന്നിൽ നിന്നു. ബൈക്ക് നിർത്തി അവൻ 2 ഹോൺ നീട്ടിയടിച്ചു. റെജിൻ ഒരു കവറുമായി ഇറങ്ങി വന്നു. വാങ്ങിക്കോ, ഡേവിഡ് സാറിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. റെജിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ആ കവർ വാങ്ങി. ഞാൻ ഇവളെ വിട്ടിട്ട് വരാം, പ്രജിനോട് പറഞ്ഞവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. അവൻ കണ്ണിൽ നിന്ന് മറയും വരെ പ്രജിൻ അവരെ തന്നെ നോക്കി നിന്നു. സ്വന്തമാവില്ല എന്ന തിരിച്ചറിവ് വന്നതോടെ ഉള്ളിൽ തോന്നുന്ന നോവിന് ആക്കം കുറഞ്ഞു വരുന്നത് അവന് തോന്നി. നിളയ്ക്ക് വേണ്ടി ഉച്ചയ്ക്ക് അമ്മമ്മയുടെ സ്പെഷ്യൽ ഡിഷസൊക്കെ അടുക്കളയിൽ ഒരുങ്ങി. ആരെയും കൈ കടത്താൻ അനുവദിക്കാതെ അമ്മമ്മ തന്നെയാണ് എല്ലാം തയ്യാറാക്കിയത്. അമ്മമ്മ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് നിളയും നീലിമയും കൂടി മുറിയിൽ ചെന്നിരുന്നു. നീലിമയ്ക്ക് നിളയുടെ വിശേഷങ്ങൾ എത്ര ചോദിച്ചാലും മതിവരാത്തതുപോലെയാണ്. നീ എന്താ ജിതിനേട്ടൻ്റെ കൂടെ പോകാതിരുന്നത്? നിനക്ക് അറിയാത്ത ഫ്രണ്ട്സൊന്നും അല്ലല്ലോ ജിതിനേട്ടനുള്ളത്. നീ ചെല്ലാത്തത് കൊണ്ട് വലിയ താല്പര്യത്തോടെ അല്ല ആൾ പോയിരിക്കുന്നത്. എനിക്ക് പുറത്തു പോകാൻ മൂടില്ലാഞ്ഞിട്ടാ ചേച്ചി. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കാനാണ് തോന്നുന്നത്. ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കോ? ചേച്ചി പറ. ഞാനൊരു 2 വീലർ എടുത്തു തരട്ടെ? അമ്മമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാതെ ഇവിടെ നിന്നൂടെ? നീ ഇല്ലാതെ എന്തോ പോലെയാ നിളെ. ജിത്തേട്ടനും ഇടയ്ക്കിടെ ഇത് പറയുന്നുണ്ട്. അധികം നാളൊന്നും ഇല്ലല്ലോ ചേച്ചി. സെമസ്റ്റർ എക്സാമുകൾ പെട്ടെന്ന് ഇങ്ങ് വരും. സെക്കൻഡ് ഇയർ കടന്നു പോകുന്നത് കൂടി അറിയില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ജിത്തേട്ടൻ ഇടയ്ക്ക് എന്നെ ചീത്ത പറയും. നീ സമ്മതിച്ചിട്ടാണ് നിള പോയതെന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിള പോവില്ല എന്ന് പറഞ്ഞ്. ആഹാ, അപ്പോൾ റൊമാൻസ് മാത്രമല്ല ചീത്തവിളിയും ഉണ്ടോ? ഞാൻ ഇടപെടണോ? ചോദിക്കാനും പറയാനോ ആളുടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ? അയ്യടാ, ഞാൻ പറഞ്ഞതിൽ അത് മാത്രം കേട്ടുള്ളൂ നീ. എൻ്റെ പൊന്നോ, ഈ വർഷം ഇങ്ങനെ പോട്ടെ. നിങ്ങളെ ഭാര്യയും ഭർത്താവും കൂടി അടിച്ചു പൊളിക്കും. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എണ്ണത്തിനും പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഞാൻ തരില്ല. ഷീജ വന്ന് കഴിക്കാൻ വിളിക്കും വരെ 2 ആൾ മുറിയിൽ തന്നെ സംസാരിച്ചിരുന്നു. നിലയെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് ജിതിൻ അധിക നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാതെ തിരിച്ചു വന്നു. ജിതിൻ വന്ന് കയറുമ്പോൾ നിളയും നീലിമയും ഉമർത്തെ തിണ്ണയിലിരിപ്പുണ്ട്. ഇറയത്ത് ന്യൂസ് പേപ്പർ വിടർത്തി വെച്ച് അതിൽ നോക്കി ഷീജയുമുണ്ട്. അമ്മമ്മയും ഇപ്പുറം സൈഡിൽ തിണ്ണയിലിരിപ്പുണ്ട്. എന്തേ നേരത്തെ പോന്നേ? ജിതിൻ ഷൂ അഴിച്ച് കയറി വരും നേരം നീലിമ ചോദിച്ചു. ഞാൻ ഇവളെ കൂടി കൂട്ടാന്ന് വച്ചല്ലേ അവരോട് വരാമെന്ന് പറഞ്ഞത്.
കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? അവൻ നിളയ്ക്ക് ഇപ്പുറം വന്നിരുന്നപ്പോൾ അവൾ തിരക്കി. ഒരുവിധം എല്ലാവന്മാരും ഉണ്ടായിരുന്നു. പിന്നെ ഋഷി നിന്നെ അന്വേഷിച്ചു. ജിതിൻ അവളുടെ തോളിലേക്ക് കൈ ഇട്ടിരുന്നു കൊണ്ട് പറഞ്ഞു. ഋഷി ഏതാ ജിതിനേട്ടാ? പണ്ട് ഇവളെ വായി നോക്കിയെന്ന് ഇവള് പരാതി പറഞ്ഞ ആളാണോ? ആള് തന്നെ. നീലിമ ചോദിച്ചിന് അവൻ മറുപടി നൽകി. അവനോട് കൂട്ട് വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? നീല അവൻ്റെ കയ്യിൽ തട്ടി. അവൻ എന്താടി കുഴപ്പം? പുറത്ത് നല്ല അടിപൊളി കമ്പനിയിലാണ് ജോലി. അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാർ, ചേട്ടൻ ഡോക്ടർ. നിന്നെ ഒന്ന് വായി നോക്കി എന്നുള്ള സത്യം. അത് അവനൊരു ക്രഷ് തോന്നിയതാ. നീ അന്ന് കയ്യോടെ പൊക്കിയപ്പോൾ അവനത് സമ്മതിച്ചതുമല്ലേ? എനിക്ക് ആളെ ഇഷ്ടമല്ല. അവളുടെ ദേഷ്യം നിറഞ്ഞ ഭാവം കണ്ടവൻ ചിരിച്ചു. എൻ്റെ മാരേജ് കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞപ്പോൾ വിചാരിച്ചിരുന്നത് പെണ്ണ് നീയാണെന്നാ. കല്യാണ സമയത്ത് അവൻ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ. നീലിമയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിശയം. അവൻ പറയുന്ന ഇത്രയും അടുത്തറിയുന്ന ഇത്രയും കമ്പനിയായ നമ്മൾ തന്നെ ഒന്നിച്ച് ലൈഫ് ഡിസൈൻ ചെയ്യുമെന്ന് കരുതിയെന്ന്. നമ്മൾ പതിയെ പ്രണയത്തിലാവുമെന്നൊക്കെ അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന്. അതൊക്കെ കേട്ടപ്പോൾ അവനോട് എനിക്ക് ദേഷ്യം തോന്നുന്നുള്ള സത്യം. പിന്നെ ഓർത്തു അവനറിയില്ലല്ലോ നമ്മളുടേതൊരു മാജിക്കൽ റിലേഷൻഷിപ്പാണെന്ന്. ജിതിൻ ചിരിയോടെ നിലയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി അവളെ അടുപ്പിച്ച് അവളുടെ തലയിലൊന്ന് നെറ്റിമുട്ടിച്ചു. ജിതിൻ പറഞ്ഞത് കേട്ട് നിലയ്ക്ക് തല ഉയർത്താനായില്ല. അവൾ ശ്വാസം പിടിച്ചിരുന്നു. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ പാടുപെട്ടു. നീലിമ പിന്നെയും ജിതിനോട് ഋഷിയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. നിലയ്ക്ക് അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നി. തൻ്റെ മനസ്സിലുണ്ടായ ഇഷ്ടം ജിതിൻ എന്നേലും അറിയുമോ എന്നവൾ ഭയപ്പെട്ടു. നിലയെ കേട്ടിടത്തോളം ആള് കൊള്ളാട്ടോ. ചിലപ്പോൾ നിനക്കൊരു പ്രപ്പോസലായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തള്ളിക്കളയണ്ട, തല്ലി ഓടിക്കാം. പൊക്കോണം 2 എണ്ണം. അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോകാനൊരവസരം കിട്ടിയതുപോലെ 2 ഒച്ച വെച്ചവൾ എണീറ്റ് പോയി. വെറുതെ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് രണ്ടും കൂടി? നില എണീറ്റ് പോയത് കണ്ട് ഷീജ 2 ആളെയും ഗൗരവത്തിൽ നോക്കി. എല്ലാം കേട്ടിരിപ്പാണെങ്കിലും അമ്മമ്മ ഒന്നും മിണ്ടിയില്ല. നില അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അമ്മമ്മയും റൂമിലേക്ക് പോയി. അമ്മമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇന്നലെ മുതൽ ആൾ ഉഷാർ കുറവാണല്ലോ. അമ്മമ്മ പോയത് കണ്ട് ജിതിൻ തിരക്കി. എനിക്ക് തോന്നുന്നു ഇന്നലെ ഓട്ടോയിലിരുന്ന് കുടുങ്ങിപ്പോയിട്ട് നടുവേദന വന്നുവെന്ന്. ഓട്ടോയിലോ? അമ്മമ്മ ഇന്നലെ എങ്ങോട്ട് പോയി? ജിതിൻ തിരക്കി. എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ അവിടേക്ക് പോയിരുന്നു. അച്യുതേട്ടൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് ഓട്ടോയിൽ പോയതാ. അതുകൊണ്ട് വല്ലായിക വല്ലതും ആയാൽ പറയില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്ക്. ഷീജ പറഞ്ഞത് കേട്ട് നീലിമ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്നു. നിള ബെഡിലേക്ക് വന്ന് കിടന്നു. വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നി തുടങ്ങി നിളയ്ക്ക്. അവൾക്ക് അവളുടെ മുറിയിൽ അവളുടെ ബെഡിൽ ചുരുണ്ട് കൂടി കിടക്കാൻ തോന്നി. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഫീൽ വന്നു. നീലിമ കൂടെ ഉണ്ടായിട്ട് കൂടി ഒറ്റയ്ക്കായതുപോലെ. ശ്വാസം മുട്ടും പോലെ ആകെ അൺകംഫർട്ടബിൾ ആയിപ്പോയി നിള. കടത്തിവിട്ട 3 വർഷത്തേക്കാളും പ്രയാസം തോന്നി അവൾക്ക് ഓരോ നിമിഷവും നീക്കിവിടാൻ. ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടിയിരുന്നില്ലെന്ന് വരെ തോന്നി. അച്ഛനെയും അമ്മയെയും അവൾക്ക് വല്ലാതെ മിസ് ചെയ്തു. അവിടെ 2 പേരുടെയും ഇടയിൽ ചുരുണ്ടുകൂടുന്ന ഒരു കുഞ്ഞുവാവ ആവാൻ അവൾ കൊതിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.